എഗെയിൻ തലപതി വിജയ് മൂപ്പരുടെ ഇന്നത്തെ കുറേ വീഡിയോസ് ഞാൻ കണ്ടു. ഇപ്പൊ ചെന്നൈയിലെ ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മൂപ്പര് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കുക, പച്ചക്കറി, അരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടായിരുന്നു. അതല്ലാതെ സൈക്ലോണിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് 10,000 50,000 രൂപ വെച്ചിട്ടും, പിന്നെ ജീവൻ നഷ്ടപ്പെട്ട ആളുകളുടെ ഫാമിലിക്ക് 1,00,000 രൂപ വെച്ചിട്ടൊക്കെ മൂപ്പര് കൊടുക്കുന്നുണ്ട്. സോ ഇതൊക്കെ കണ്ടതിൽ നിന്ന് എൻ്റെ മനസ്സിൽ ഇപ്പോഴും എനിക്ക് കിട്ടാത്തൊരു ലൈക്ക് സ്വയം വിശ്വസിക്കാത്തൊരു കാര്യം, ഞാൻ വിജയ് ഈ ഒരു പൊളിറ്റിക്സിക്ക് ഇറങ്ങുമോ ഇല്ലേ എന്നുള്ളതാണ്. എനിക്കൊരു വിശ്വാസമാണില്ല. അനക്കോ വരുമോ? അധികാരം വരുമല്ലേ? മനസ്സിൽ ഇങ്ങോട്ട് വിശ്വാസം വരില്ല മൂപ്പര് വരും എന്നുള്ളത്. പക്ഷെ മൂപ്പര് ചെയ്യുന്ന പ്രവർത്തികളൊക്കെ കാണുമ്പോൾ അങ്ങനെ ഈ വിജയ് റസികർ മൺട്രോ എല്ലാം കൂടിയും കൂട്ടി വായിക്കുമ്പോൾ മൂപ്പര് വരും എന്നുള്ളതാണ്. ഇതിന് മുന്നേ ഒരു പാർട്ടിന്റെ സമ്മേളനത്തിൽ പോകാൻ ഉണ്ടായിരുന്നല്ലോ. ഇല്ലടാ, എന്ത് ആ ലിയോന്റെ ഒക്കെ ഷൂട്ടിങ്ങിന് മുന്നേ? ഇല്ല, അതൊക്കെ ജസ്റ്റ് ഉണ്ടോ, പോയിട്ടുണ്ടോ? എന്താണെങ്കിലും എല്ലാരും പറയുന്നു വരും എന്നുള്ളതൊക്കെ. മൂപ്പര് വരിക വരാതിരിക്കുക, ഇനി അയാളുടെ താല്പര്യം. അപ്പൊ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? പക്ഷെ ഞാൻ പറയുമ്പോ വിജയ് എന്ന് പറഞ്ഞ നടന് ഇനിയും ഒരുപാട് കരിയർ ബാക്കി കിടക്കുകയാണ് അല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ചാടിക്കയറി അവസാന ഘട്ടത്തിലാണ് നല്ല നല്ല പടങ്ങൾ കിട്ടും. അതെ, മൂപ്പര് ഇങ്ങനെ കത്തി കയറി വരുമ്പോ അങ്ങോട്ട് ഈ പറഞ്ഞ മാതിരി പൊളിറ്റിക്സിക്ക് പോയാൽ അത് എന്താകും എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. എന്താണെങ്കിലും പ്രളയത്തിൽ എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് കാശും സാധനങ്ങളൊക്കെ കൊടുക്കാൻ പോയി. ആ വീഡിയോസൊക്കെ ഒന്ന് ഭയങ്കര വൈറലാണ്. ഞാനിപ്പോൾ ഈ കണ്ടന്റ് ചെയ്യാൻ തന്നെ കാരണം, ഈ പ്രളയത്തിൽ എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി വിജയ് നേരിട്ട് വന്ന സമയത്ത് അവിടെ ആളുകൾക്ക് ഈ സാധനങ്ങളൊന്നും വേണ്ട. അവിടെ ശരിക്കും കോമഡിയാണ് നടന്നത്. വിജയ് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പോയിട്ട് ആളുകള് വിജയുടെ ഒപ്പം സെൽഫി എടുത്താൽ മതി എന്നുള്ള മാത്രം അവസ്ഥയെ. ഒരു കുട്ടിയൊക്കെ വന്നിട്ട് വീഡിയോ എടുത്ത് സെൽഫി എടുത്തിട്ട് പോവാണ്. വിജയന് ചോദിക്കുന്നുണ്ട് വേണ്ടേ, സാധനങ്ങൾ വേണ്ടേ, സെൽഫി മതി. അവര് പോയി. പിന്നെ വയസ്സായിട്ടുള്ള ആളുകൾക്കൊക്കെ അത്ഭുതമാണ് വിജയെ കാണുമ്പോൾ, ഭയങ്കര അത്ഭുതം, ചാടിക്കളിയും. വിജയുടെ സെൽഫിക്ക് വേണ്ടി അവര് വന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതോ ഇനി ഇത് ശരിക്കും ഫ്ലഡിൽ എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ആവശ്യമുള്ള ആളുകൾ തന്നെയാണോ അവിടെ വന്നേ, അതോ ഇനി ഫാൻസ് ആയിട്ടുള്ള ആളുകൾ വന്നതാണോ എന്നറിയില്ല. എന്താണെങ്കിലും വന്ന ആളുകൾക്കൊക്കെ അരിയും സാധനത്തേക്കാൾ കൂടുതൽ വിജയ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒപ്പം നിന്നുള്ള സെൽഫിയാണ് അവർ മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ വിജയ് തന്നെയാണ് ഒപ്പമുള്ള എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നതും. ആ ഒപ്പമുള്ള ആളുകൾ ചില സ്റ്റേജിൽ അതിന് വിട്ടിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് ചൂടാവുന്ന വിഷ്വൽസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ടോട്ടാലിറ്റിയിൽ എന്താ പറയുക, നോർമലി ചാരിറ്റി സാധനങ്ങൾ ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നതിനോട് എനിക്ക് പ്രത്യേകിച്ച് ഒരു താല്പര്യക്കുറവുണ്ട്. ബട്ട് തമിഴ് പൊളിറ്റിക്സിന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ തമിഴ് പൊളിറ്റിക്സിൻ്റെ ഒരു മെയിൻ ഭാഗമാണ് എന്ത്, ഇങ്ങനെ ചാരിറ്റി ഷോ ഓഫ് പോലെ കാണിക്കുന്ന പരിപാടി. ക്യാമറയും സാധനമൊക്കെ വെച്ചിട്ട് കാണിക്കുന്നത് അതൊരു കൈൻഡ് ഓഫ് പൊളിറ്റിക്കൽ ട്രിക്ക് തന്നെയാണ് ഈ സംഗതി. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മേ ബി ഇങ്ങനെ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിനിമ കരിയർ എന്താവും എന്നുള്ളതല്ലേ, ഒരു രക്ഷയില്ല. പിന്നെ ഒന്നും പറയാനില്ല. സിനിമ കരിയറൊക്കെ പിന്നെ ഒരു സൈഡിൽ വെച്ച് പോകേണ്ട ഒരു അവസ്ഥയായിരിക്കും. കാരണം പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയാൽ പിന്നെ അതെനിക്ക് ശരിക്കും അറിയണമെന്നുണ്ട്. വിജയ് ഇൻ കേസ് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ ജനങ്ങൾക്ക് വിജയിനോട് ഇത്രത്തോളം സ്നേഹമാണ്. കാരണം രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താവും, വിജയ് എന്നുള്ള നടനും ആ സ്നേഹമൊക്കെ ആളുകൾക്ക് മാറും. രാഷ്ട്രീയം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവിടെ അവർക്ക് വ്യക്തമായ രാഷ്ട്രീയമുള്ള ആളുകൾ നമ്മുടെ വിജയാണ്, നമ്മളെ ദളപതിയാന്ന് പറഞ്ഞ് സ്നേഹിച്ചിട്ട് വോട്ട് കൊടുക്കുമോ, അല്ലെങ്കിൽ വിജയ് പറയുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് ആളുകൾ മാറുമോ എന്നുള്ളത് അതൊന്ന് കണ്ടന്നെ അറിയണം. അങ്ങനെ മാറുന്നെനിക്ക് തോന്നില്ല അല്ലേ? അല്ല, എല്ലാ പ്രാവശ്യവും ഒരു ചാൻസ് ആർക്കും കൊടുക്കും ചിലപ്പോ. പക്ഷെ അത് കിട്ടും നമുക്ക് തോന്നുന്നുണ്ടോ തമിഴ്നാട്ടില്? കിട്ടായൊന്നുമില്ല. ചിലപ്പോ ഇതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ സ്കീമാണോ? ഇതിപ്പോ വിജയ് എന്ന് പറഞ്ഞ നടനോടുള്ള സ്നേഹവും ഇഷ്ടവും ഈ സിനിമ കണ്ടിട്ടുള്ള ആരാധനയും ആ ഹീറോയിക് പരിവേഷമൊക്കെയാണ്. സിനിമ അഭിനയിക്കാതെ അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് കുറച്ച് വിട്ട് നിന്നിട്ട് നേരെ രാഷ്ട്രീയത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു ഹീറോയിക് ഇമേജ് പോയില്ലടാ. അല്ല, ഇവരതൊന്നും പറയാൻ പറ്റില്ല. തമിഴന്മാരായതുകൊണ്ട് അത് വേറെ കാഴ്ചപ്പാടാണ് അവിടെ ചിലപ്പോൾ പറയാൻ പറ്റില്ലല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. എന്താണെങ്കിലും ഇന്ന് സത്യം പറഞ്ഞാൽ അത് എനിക്ക് ഒരു കോമഡി പോലെ ആ സംഗതി ഫീലായി. നാട്ടുകാർ കാണിച്ചാട്ടോ, വിജയ് ചെയ്തല്ലേ. വിജയ് ശരിക്കും സീരിയസ് ആയിട്ട് അവിടെ വന്ന് നിന്നിട്ട് ഇവർക്ക് കണ്ട് ഇവരുടെ അടുത്ത് വിജയിന്റെ കൈ കൊണ്ട് തന്നെ എല്ലാവരും സഹായിക്കാം എന്നുള്ള മെന്റാലിറ്റിയിൽ വന്നു നിന്നാണ്. ബാക്കിയുള്ള കുറച്ച് പേര് ഈ സെൽഫി എടുക്കുന്ന പരിപാടി കാണിച്ചിട്ട് അതൊരു കോമഡി ആക്കി മാറ്റി എന്നുള്ളതാണ് അതിൻ്റെ ഒരു
സത്യം അത് കണ്ടപ്പോ ചിലപ്പോ അരിയും സാധനം വാങ്ങാത്തുള്ളൂ, പൈസ പിടിച്ചിട്ടുണ്ടാവും. അല്ല പൈസ ഇതിന് മാത്രമല്ല, വീട് നഷ്ടപ്പെട്ടവർക്കും വീട്ടിലൊരാൾ മരിച്ചവർക്കും, അല്ലാതെ വീട് നഷ്ടപ്പെടാത്ത പാർഷ്യലി കുറച്ച് പ്രശ്നം പറ്റിയ ആൾക്കാരില്ലേ, എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് ഈ അരിയും ബാക്കി സാധനങ്ങളും പച്ചക്കറിയൊക്കെ. അതൊക്കെ മേടിക്കാൻ ചിലപ്പോ ഇതിൽ നിക്കല്ലേ. വിജയിനെ കാണുമ്പോ മാർക്കും ഓ ഡൈഹാർഡ് വിജയ് ഫാനാണ്, അതാണോ പറഞ്ഞത്. ഈ ആണെങ്കിൽ ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും അതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ അതന്നെ സംഭവിക്കുക. സെൽഫ് എടുക്കുമല്ലേ? ഇവിടെ ഏതെങ്കിലും ഒരാളപ്പം കിട്ടി അപ്പൊ നമ്മള് സെൽഫ് എടുക്കണാണ്. പിന്നെ വിജയനെ കിട്ടി എടുക്കാൻ സെൽഫി എടുക്കും, അരിയും വാങ്ങാൻ പൈസ. ആര് ഈ വേണമെന്നുണ്ടെങ്കിൽ വിജയിനെ മൊത്തത്തിൽ അടിച്ചോണ്ട് പോവുകയും ചെയ്യും. ഈ അതും ചെയ്യും ചിലപ്പോ. എനിക്ക് അതിലും ഡൗട്ട് ഉണ്ട്. വോട്ടും ചെയ്യും, അതും ചെയ്യും. കുറച്ച് കാശ് തരാൻ കള്ളവോട്ടും ചെയ്യും. അതല്ല എന്റെ ടൈം. അപ്പൊ വെറും അങ്ങനെ രാജ്യദ്രോഹിയാണ്, അങ്ങനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ അതാണ്. എന്താണെങ്കിലും കുറെ പേര് ഇത് റിയാക്ട് ചെയ്ത്, ഇതിലിപ്പോ റിയാക്ട് ചെയ്യാൻ മാത്രം ഒന്നുമില്ല. എനിക്ക് കണ്ടപ്പോ സത്യം പറഞ്ഞാൽ വിജയ് അല്ല ഞാൻ പറയുന്നത്, ഫാൻസ് സെൽഫി എടുത്ത് കാണിച്ചു കൂട്ടിയതും, ഒരാൾ റെസ്പെക്റ്റോട് കൂടി ഒരു സാധനം കൊടുക്കുമ്പോൾ റെസ്പെക്റ്റോട് കൂടി റിസീവ് ചെയ്യാതെ അവിടെ പോയിട്ട് ഒരുമാതിരി മൂപ്പരും കൂടി ഒരു ട്രോള് കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ മാറ്റിയത് ഫാൻസാണ്. അതാണ് മോശമായി. കണ്ടിട്ട് തന്നെ ആകെ ഒരുമാതിരി എന്തോ ഇവന്മാര് കാണിച്ചു കൂട്ടണമെന്നാ തോന്നി. എന്താണെങ്കിലും ഈ ഒരു ഫാൻ ഫോളോയിങ് വിജയിന്റെ എവിടെ കൊണ്ടെന്ന് അല്ലെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യും പൊളിറ്റിക്സിൽ ഇറങ്ങിയാൽ എന്നുള്ളത് കാണാൻ ഭയങ്കര ആഗ്രഹം.